നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസമായി കരിപ്പൂരിലേക്ക് വലിയ വിമാന സർവീസിന് സാധ്യത തെളിയുകയാണ്. DGCA സംഘം പരിശോധന നടത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സംഘം സുരക്ഷാ പരിശോധന നടത്തുകയും ചെയ്തു. ബുധനാഴ്ച ഓപ്പറേഷൻസ് ഡയറക്ടർ എസ് ദുരൈരാജ്, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ പ്രമോദ് കുമാർ, SP റായ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. അതേസമയം റിപ്പോർട്ട് കരിപ്പൂരിന് അനുകൂലമാകുമെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കാനാണ് സാധ്യത തെളിയുന്നത്. ഇതോടെ റൺവേ നീളം കുറച്ച് റസ നീളം കൂട്ടാനുള്ള നീക്കവും ഉപേക്ഷിക്കും. പകരം റൺവേ നീളം കുറയ്ക്കാതെ റസയുടെ നീളം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. റൺവേ, റസ തുടങ്ങിയ ഭാഗങ്ങൾ സന്ദർശിച്ചു. DGCA സംഘം നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയോ എന്ന് പരിശോധിച്ചു. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു വിമാനത്താവളം DGCA സംഘം മുൻപ് സന്ദർശിച്ചത്. കൂടാതെ വിമാനാപകട അന്വേഷണ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ച വിൻ സെൻസർ പുനഃസ്ഥാപിച്ചതും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സംഘം വിലയിരുത്തുകയും ചെയ്തു. കരിപ്പൂരിലെ വിവിധ വകുപ്പ് മേധാവികളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. റിപ്പോർട്ട് ഉടൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറും. ഇതിനുശേഷമാകും വലിയ വിമാനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. പരിശോധന പൂർത്തിയാക്കി സംഘം വൈകിട്ട് ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു. വലിയ വിമാന സർവീസിന് അനുമതി ലഭിക്കാനിരിക്കെയാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ നീളം കുറയ്ക്കാനുള്ള നീക്കം ആരംഭിച്ചത്. വിമാനാപകടത്തിന്റെ പേരിൽ നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിക്കാനുള്ള നിരാക്ഷേപ പത്രം ലഭിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലിരിക്കുന്നതിനിടെയാണ് പുതിയ നീക്കമുണ്ടായത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് റൺവേ നീളം കുറച്ച് റൺവേ ഇൻ സേഫ്റ്റി ഏരിയ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതോടെ സർവീസുകൾ പുനരാരംഭിക്കുന്നത് അനന്തമായി നീളുകയായിരുന്നു. സ്വകാര്യ ലോബിയുടെ ഇടപെടലാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. ഡിസംബർ ആദ്യവാരം MK രാഘവൻ MP DGCA ഡയറക്ടർ അരുൺകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർവീസ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച അന്തിമ ഉത്തരവ് ഏതാനും ദിവസങ്ങൾക്കകം പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രതിനിധികൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ സന്ദർശിച്ചപ്പോഴും അനുകൂല തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ശേഷം അനുമതി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതിനിടയിലാണ് സർവീസ് പുനരാരംഭിക്കാൻ റസ റൺവേയുടെ രണ്ട് ഭാഗത്തും 240 മീറ്റർ ചതുപ്പ് നിലമാക്കണമെന്ന നിർദ്ദേശം വന്നത്. ഇത് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായുള്ള നടപടികളും ആരംഭിച്ചതായാണ് അറിയുന്നത്. ഇതോടെ 2860 മീറ്റർ നീളമുള്ള റൺവേ 2560 മീറ്ററായി ചുരുങ്ങും. നീളം കുറയുന്നതോടെ നിലവിൽ സർവീസ് നടത്താനുള്ള വലിയ വിമാന കമ്പനികൾ വീണ്ടും വരുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. റൺവേ നീളം കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി നേരത്തെ DGCA ടേക്ക് ഓഫ് ഭാരതിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് അനുമതി നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയായിരുന്നു കേരളത്തിൽ നടക്കിയ വിമാനാപകടം സംഭവിച്ചത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂരിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നുവെന്ന വാദം നിലനിൽക്കവെയാണ് തിരിച്ചടിയായി അനുഭവസമ്പത്തുള്ള പൈലറ്റ് അടക്കം 18 പേർ മരിച്ച അപകടമുണ്ടായത്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളം. മറ്റൊരു ടേബിൾ ടോപ്പ് വിമാനത്താവളമായ മംഗളൂരുവിൽ 2010 രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തം കരിപ്പൂരിന്റെ പ്രവർത്തനങ്ങളെയും വർഷങ്ങളോളം ബാധിച്ചിരുന്നു. മെയ് 2010 എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനം മംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ റൺവേയിൽ നിന്നും തെന്നി പുറത്തേക്ക് പോയി സമീപത്തെ താഴ്വരയിലേക്ക് കൂപ്പുകുത്തിയാണ് അപകടമുണ്ടായത്. സമാനമായ രീതിയിലാണ് കരിപ്പൂരിലും അപകടമുണ്ടായത്. മംഗളൂരുവിലെ അപകടത്തെ തുടർന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് മെയ് 2015 മുതൽ കരിപ്പൂരിൽ നിന്നും വലിയ വിമാനങ്ങളുടെ സർവീസ് നിരോധിച്ചിരുന്നു. കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേക്ക് 2850 മീറ്റർ ദൂരമേ ഉള്ളൂ എന്നും അത് ചെറിയ വിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനുമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ റൺവേ അവസാനിക്കുന്ന ഇടത്തെ സുരക്ഷാ മേഖലയും കോടി വിമാനങ്ങൾ ഇറക്കുന്നതിന് പര്യാപ്തമായിരുന്നില്ല. ഇരുവശങ്ങളിലും 75 മീറ്റർ ദൂരമാണ് സുരക്ഷാ മേഖലയായുള്ളതെന്നും കുറഞ്ഞത് 150 മീറ്റർ വേണമെന്നുമാണ് ഉന്നത സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. കുന്നുകൾ വെട്ടിയാണ് ടേബിൾ ടോപ്പ് റൺവേകൾ സാധാരണയായി നിർമ്മിക്കുന്നത്. റൺവേയിൽ നിന്നും തെന്നിപ്പോയാൽ സുരക്ഷിതമായി ഇറക്കാനുള്ള സ്ഥലം ഇല്ലാത്തതിനാൽ ഇവിടുത്തെ ലാൻഡിംഗുകൾ അപകടകരമാണ്. ഇറങ്ങുമ്പോൾ വേഗത കുറയ്ക്കാനായി ഉയർന്ന പേലോഡുകളുള്ള ഇത്തരം വിമാനങ്ങൾക്ക് കരിപ്പൂരിലുള്ളതിനേക്കാൾ ദൂരം ആവശ്യമാണ് എന്ന കണക്കിലെടുത്തായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.